നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ സംശയം പ്രകടിപ്പിച്ച കോടതി ദിലീപുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ 2016 ഡിസംബർ 26 നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരിടത്തും പൾസർ സുനി പറഞ്ഞിട്ടില്ല. ബാലചന്ദ്രകുമാർ മാത്രമാണ് അത്തരമൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ദിലീപിനെ കാണാൻ സുനി എത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയെന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. എന്നാൽ കോടതിയിൽ എത്തിയപ്പോൾ ഗൃഹപ്രവേശത്തിനെത്തിയത് എന്നാക്കുകയായിരുന്നു. ഇതാണ് കോടതിയെ സംശയ നിഴലിലേക്ക് എത്തിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് വിധി പകർപ്പിൽ നിന്നും പുറത്തു വരുന്നത്. ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലിൽ കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതായത് ഈ അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം ദിലീപ് തന്റെ വീട്ടിലിരുന്ന് കണ്ടു, പൾസർ സുനി വീട്ടിലെത്തിയതിന് ദൃക്സാക്ഷിയാണ് താനെന്നടക്കമുള്ള മൊഴികളാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ മൊഴികളിലടക്കം ഇത് ദിലീപിനെതിരെയുള്ള നിർണായക തെളിവായിരുന്നു. ഇതിലടക്കം ഇപ്പോൾ കോടതിയുടെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ ലൂപ്പ് ഹോൾ ആണോ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുള്ള ഒരു കാരണം? രേഷ്മ, നടി ആക്രമിച്ച കേസിൽ 2021 ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ തനിക്ക് നടത്താനുണ്ടെന്ന് പറഞ്ഞ ഒരു ചാനലിന് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഇന്റർവ്യൂ നൽകുന്നത്. അതിൽ പറഞ്ഞത് ഈ ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനി നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ ബന്ധു കാണുന്നതും അവിടെ വെച്ച് അതുമായി ബന്ധപ്പെട്ട് ചില കമന്റുകൾ പറയുന്നതും താൻ കണ്ടിരുന്നു എന്നുള്ളതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ദിലീപും പൾസറും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള ഒരു വാദമായിട്ട് പ്രോസിക്യൂഷൻ ഇത് ഉന്നയിക്കുക കൂടി ചെയ്തു. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയെടുത്തു, തുടരന്വേഷണം നടത്തി, അതിന്റെ അനുബന്ധ കുറ്റപത്രം നൽകി. പിന്നീട് ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്തിനെ അതിൽ പ്രതി ചേർക്കുകയും ചെയ്തു. ഇതിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് സംശയം ഉണ്ടായിരിക്കുന്നത്. അതായത് ദിലീപിനെ കുറ്റമുക്തനാക്കാനായിട്ട് ഈ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ബാലചന്ദ്രകുമാർ നൽകിയ ആദ്യ മൊഴി. പക്ഷേ അത് കോടതിയിൽ എത്തിയപ്പോൾ മറ്റൊരു രീതിയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ അതിൽ സംശയമുണ്ട് എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ സംശയമുണ്ട്. ദിലീപുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. അതായത് 2016 ഡിസംബർ മാസം 26 ഒരു മീറ്റിംഗ് നടന്നിരുന്നു പൾസറും ദിലീപും തമ്മിൽ എന്നുള്ളതായിരുന്നു വെളിപ്പെടുത്തൽ. പക്ഷേ ആ മീറ്റിംഗിനെ കുറിച്ചോ ആ കൂടിക്കാഴ്ചയെ കുറിച്ചോ പൾസർ സുനി മൊഴി പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കോടതി ഒരു കാരണമായിട്ട് ഈ ദിലീപിനെ സംശയാതീതമായിട്ട് കുറ്റമുക്തനാക്കപ്പെടുത്താനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാലചന്ദ്രകുമാർ മാത്രമാണ് ഈ 2016 ദിലീപും പൾസറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് സംശയകരമായിട്ടാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ദിലീപിനെ കാണാൻ എത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ ആദ്യ മൊഴി. പക്ഷേ അത് കോടതിയിൽ എത്തിയ സമയത്ത് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത് ഗൃഹപ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് ദിലീപിനെ കാണാൻ സംവിധായകൻ ബാലചന്ദ്രകുമാർ എത്തിയത്. ആ സമയത്തായിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അങ്ങനെ ഒരു ഗൃഹപ്രവേശനം നടന്നതിന്റെ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും. രേഷ്മ, ഒരു കാര്യം കൂടി, ബാലചന്ദ്രകുമാർ ചില നിർണായക മൊഴികളാണ് നൽകിയത്. ഒരു മൊഴിയല്ല, അതിൽ ഒരു മൊഴിയാണ് ഇപ്പോൾ രേഷ്മ പറഞ്ഞത്. അപ്പോൾ മറ്റു ചില മൊഴികൾ കൂടി അദ്ദേഹം നൽകിയിരുന്നു. അതായത് ഈ സായി എന്ന ഹാക്കറെ ഉപയോഗിച്ച് ദിലീപ് ആ നഗ്ന ദൃശ്യങ്ങൾ റിമൂവ് ചെയ്തു, ആ നഗ്ന ദൃശ്യങ്ങൾ കണ്ടു, തന്നെ ക്ഷണിച്ചു അടക്കമുള്ള ചില മൊഴികൾ കൂടി ബാലചന്ദ്രകുമാർ നൽകിയിരുന്നു. അതിലൊന്നും ആ മൊഴികളിലൊന്നും വൈരുദ്ധ്യമില്ല എന്നാണോ കോടതിയുടെ നിരീക്ഷണം? അതോ ഈ ഒരു മൊഴിയിൽ മാത്രമാണോ വൈരുദ്ധ്യം നിലനിൽക്കുന്നത്? അശ്വതി, അതായത് ബാലചന്ദ്രകുമാർ എന്നുള്ള ഒരു സാക്ഷിയെ അത് കോടതി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ബാലചന്ദ്രകുമാർ മൊഴി നൽകുന്നത് വിവിധ ചാനലുകളിൽ സമീപിച്ചുകൊണ്ട് തനിക്ക് നടിയാക്രമിച്ച കേസിൽ ചില നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആ ചാനലുകളൊക്കെ തന്നെ അത് നിരാകരിക്കുകയും പിന്നീട് റിപ്പോർട്ടർ ടിവിയിലേക്ക് എത്തുകയുമായിരുന്നു. മറ്റൊന്ന്, ഈ ബാലചന്ദ്രകുമാർ പിന്നീട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുള്ള മൊഴി സായിയെ കണ്ടതാണെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും പൾസർ സുനിക്ക് ദിലീപുമായിട്ടുള്ള ബന്ധം തനിക്ക് അറിയാമായിരുന്നു, പലയിടങ്ങളിൽ വെച്ച് ഇവരെ കൂടിക്കാഴ്ച നടത്താറുണ്ട്, ഇതടക്കമുള്ള മൊഴികൾ സാധൂകരിക്കാനായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിയിൽ മുന്നോട്ട് വെക്കാനായില്ല. അതായത് റിപ്പോർട്ടർ ചാനൽ നൽകിയ അഭിമുഖം കോടതിയുടെ തെളിവായി പരിഗണിച്ചിട്ടില്ലല്ലോ.
തെളിവായിട്ട് പരിഗണിക്കേണ്ട, സ്വാഭാവികമായിട്ടും ഒരു പ്രോസിക്യൂഷന്റെ വാദഗതികൾ കോടതി രേഖപ്പെടുത്താറുണ്ട്. കോടതിയുടെ വിധിന്യായത്തിൽ എപ്പോഴും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച രേഖകൾ, വാദങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ, ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തുന്ന സമയത്ത് എന്താണ് അതിന്റെ പിന്നിലുള്ള ഫയൽ, അതായത് മുന്നേ ഉണ്ടായിരുന്ന കാര്യകാരണങ്ങൾ, കഥകൾ, അതൊക്കെ തന്നെ കോടതി രേഖപ്പെടുത്തും. അതിന്റെ ഭാഗമായിട്ടാണ് ബാലചന്ദ്രകുമാർ എന്നുള്ള വ്യക്തി എങ്ങനെയാണ് ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് സാക്ഷിയായി മാറിയത്, ഇത് സംബന്ധിച്ചുള്ള ഒരു ഭൂതകാലം, അതാണ് ഈ റിപ്പോർട്ടർ ടിവിയിലെ അഭിമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കോടതിയുടെ വിധിന്യായത്തിൽ കൃത്യമായിട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഈ റിപ്പോർട്ടർ ടിവിയിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണെങ്കിലും അതിനുശേഷം പിന്നീട് തുടരന്വേഷണം നടക്കുകയും അതിലൊക്കെ തന്നെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ് ദിലീപ് ഉന്നയിച്ചിട്ടുള്ള വാദം. അതിലൊരു സംശയം കോടതിക്ക് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ കുറ്റമുക്തനാക്കുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന തരത്തിൽ ദിലീപ് കേസുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണെന്നാണല്ലോ നമുക്ക് ലഭ്യമായ വിവരം. അതെപ്പോഴാണ്? ഇതുവരെയും അങ്ങനെ ഒരു നീക്കം നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ രേഷ്മ. ദിലീപ് നേരത്തെ പറഞ്ഞിരുന്നത് ഈ നടിയെ ആക്രമിച്ച കേസിന്റെ ശിക്ഷാവിധിയുടെ പകർപ്പ് അത് ലഭിച്ചതിന് ശേഷം തുടർ തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഈ ഒരു പകർപ്പിൽ ദിലീപിന് അനുകൂലമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ വി സന്ധ്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച് ദിലീപ് ഉന്നയിച്ച വാദങ്ങൾ, ഒപ്പം തന്നെ ദിലീപിനെതിരെ കൃത്യമായിട്ട് ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതിൽ സംശയാതീതമായിട്ടാണ് കോടതി ദിലീപിനെ വിട്ടയച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ദിലീപിലേക്ക് എത്താനായിട്ട് കൃത്യമായിട്ട് ഒരു വഴി മെനഞ്ഞുണ്ടാക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയം കൂടി കഴിഞ്ഞ ദിവസം കോടതിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ പൾസർ സുനി നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കുറിച്ചായിരുന്നു. ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയത് എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സ്ത്രീയിലേക്ക് എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം അന്വേഷണം എത്തിക്കാതിരുന്നത്? പകരം ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ നേരെ ദിലീപിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. ആ സ്ത്രീയെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ വിധിപ്പകർപ്പിൽ കോടതി ചോദിച്ചത്. അത്തരത്തിൽ ദിലീപിലേക്ക് ഈ അന്വേഷണം എത്തണം എന്നുള്ളൊരു ഉദ്ദേശം പലർക്കും ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം കോടതി ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലും പല ഗൂഢാലോചനകളും ഉണ്ടായി എന്ന് ദിലീപ് ഉന്നയിച്ച അതേ സാധനം അല്ലെങ്കിൽ അതേ വാദങ്ങൾ തന്നെ കോടതിയുടെ മുന്നിലും എത്തിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ തെളിവുകളില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ കുറ്റമുക്തനാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വിധി കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ചില മൊഴി വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഈ ഒരു ലൂപ്പ് ഹോളാണ് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം.